കലുങ്ക് സംവാദ പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച തൃശൂർ പുള്ളു സ്വദേശി കൊച്ചുവേലായുധന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. CPIM ഏറ്റെടുത്ത് നിർമ്മിച്ച വീട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പസമയത്തിനകം കൈമാറും. സൂരജ് സജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വേലായുധൻ പക്ഷേ ആ അപേക്ഷ നിരസിക്കുകയായിരുന്നു. പിന്നീട് CPIM വീട് നിർമ്മിച്ചു നൽകാമെന്നത് പറയുകയായിരുന്നു. ആ വീട് നിർമ്മിച്ചു നൽകുന്നു. അതിന്റെ കൈമാറ്റം അല്പസമയത്തിനകം ഉണ്ടാകും. വിശദമായ റിപ്പോർട്ട് കാണാം. അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട് എന്ന സ്വപ്നവുമായാണ് പുള്ളു സ്വദേശിയായിട്ടുള്ള കൊച്ചുവേലായുധൻ മാസങ്ങൾക്ക് മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സംവാദ പരിപാടിയായ കലുങ്കിലെത്തുന്നത്. അവിടെ വെച്ച് കൊച്ചുവേലായുധനൊരു അപേക്ഷ നൽകുന്നുണ്ട്. തന്റെ അടച്ചുറപ്പില്ലാത്ത വീടാണ്, അത് ഒരു ഷെഡാണ്, അവിടെയാണ് താമസം. അതുകൊണ്ട് തന്നെ തനിക്കൊരു വീട് വേണം എന്നുള്ള അപേക്ഷയാണ് കേന്ദ്രമന്ത്രിക്ക് നൽകുന്നത്. പക്ഷേ ആ അപേക്ഷ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി വാങ്ങിയെങ്കിൽ പോലും പിന്നീട് അത് വായിച്ചു പോലും നോക്കാതെ തിരികെ ഏൽപ്പിക്കുന്നു. അവിടെ വച്ച് ഈ കൊച്ചുവേലായുധൻ അപമാനിക്കപ്പെടുകയും ചെയ്തു. ആ അപമാന ഭാരം പേറി കൊച്ചുവേലായുധൻ അവിടെ നിന്ന് മടങ്ങിയ വാർത്തകൾ പിന്നീട് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്നു. അങ്ങനെയാണ് കൊച്ചുവേലായുധന് വീടില്ല എന്ന വാർത്തകൾ പുറം ലോകം അറിയുന്നത്. അപമാനിതനായി പുറത്തിറങ്ങിയ കൊച്ചുവേലായുധനെ അന്ന് ചേർത്ത് നിർത്തുകയാണ് CPIM ചെയ്തത്. മണിക്കൂറുകൾക്കുള്ളിൽ CPIM തന്നെ കൊച്ചുവേലായുധന് വീട് പണിതു നൽകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനടുത്ത ദിവസം തന്നെ തറക്കല്ലിടുന്നു. ഇപ്പോൾ 8 ലക്ഷം രൂപയിലധികം ചിലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു വീട് പുള്ള് പാടശേഖരത്തിന് സമീപം CPIM നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. ആ വീടിന്റെ താക്കോൽദാനമാണ് ഇന്ന് നടക്കുന്നത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ കുടുംബത്തിന് ഈ താക്കോൽ കൈമാറുകയും ചെയ്തു. വലുതായിട്ട് സന്തോഷമായോ? സന്തോഷമായി. എന്തൊക്കെ സൗകര്യങ്ങളുള്ളേ? എല്ലാ സൗകര്യം ഉണ്ട്. ഇപ്പോ സന്തോഷായില്ലേ? സന്തോഷമായി. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ഒരു വീട് കിട്ടിയതിൽ വളരെ സന്തോഷം തന്നെ പറയാനുള്ളൂ. ഈ വീടന്വേഷിച്ചാണ് നമ്മൾ അവിടെ പോയതൊക്കെ അല്ലേ? പക്ഷെ അവിടെ നിന്നൊരു അപമാനപ്പെട്ട് ഇറങ്ങി പോരേണ്ടി വന്നു. ആ വിഷമം ഇപ്പം തീർന്നു. പാർട്ടി ഇടപെട്ട് പാർട്ടി സെക്രട്ടറി വന്ന് എന്നോട് വാക്ക് പറഞ്ഞു. ആ വാക്ക് നിറവേറ്റി. അതിന് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയോട് എൻ്റെ ആകുമ്പോൾ സന്തോഷം രേഖപ്പെടുത്തുന്നു. പഴയ വീടിന് എന്താ പറ്റി ചേച്ചി? തെങ്ങ് വീണതാ. തെക്കേ ഭാഗത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു, അത് വീണു ഈ മൂലൂടെ. അപ്പോൾ എല്ലാം വീണു, ആകെ തരിപ്പണായി. എന്നിട്ട് തലയിലൊക്കെ മോളുടെ തലയിൽ ഓടൊക്കെ വീണാകെ പൊട്ടി നിറഞ്ഞ് നാശമായി. ഞാനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തല വീഴാഞ്ഞത് ഭാഗ്യം. എന്ന് വെച്ചാൽ അവിടെ അടുക്കളയുടെ അവിടെ ഒരു ആർച്ച് പോലത്തെ ഒരു വാതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട്ടിലായിരുന്നു ഞാൻ. മോൻ ചോറ് കൊടുക്കായിരുന്നു പിള്ളേർക്ക്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ദേ തെങ്ങ് വീഴുന്നുണ്ട്, ആരും പേടിക്കണ്ടെന്ന്. എന്നിട്ട് ആകെ ഒന്നിച്ച് ആൾ അവിടെ റൂമിൽ കിടക്കായിരുന്നു. ആളുടെ മേത്ത് കൂടെ തല മാത്രം ഉണ്ട്, മുഖം മാത്രം കാണാം. പിന്നെ ഉള്ളതൊക്കെ ആകെ മൂടിയിട്ട് കിടന്നുടന്നത്. അങ്ങനെയാണ് നമ്മൾ ഷെഡിലേക്ക് മാറിയതല്ലേ? ഷെഡിലേക്ക് മാറിയത്. അതൊരു തൊഴുത്തായിരുന്നു. അപ്പം അതിൽ പോയി എല്ലാ സാധനങ്ങളൊക്കെ അതിൽ തന്നെയായിരുന്നു. തൊഴുത്ത് പിന്നെ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു ഷെഡ് പോലെ വെച്ച് കെട്ടി താമസം തുടങ്ങിയതാണ്. എന്തായാലും ആ തൊഴുത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ല വീട്ടിലേക്ക് മാറാൻ പറ്റി. അതുകൊണ്ട് സന്തോഷം. എന്തായാലും അത് തന്നെയാണ്. കൊച്ചുവേലായുധനും കുടുംബവുമാണ്, അവരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. CPIM പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ച് അവര് വലിയ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം ഈ വീടിന്റെ താക്കോൽദാനം അടക്കം നടത്താനുള്ള ആഘോഷ പരിപാടികളിലാണുള്ളത്. നിറഞ്ഞ സന്തോഷത്തിലാണ് കുടുംബമുള്ളത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.